ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ അഗ്ലോണിമ വെറൈറ്റിയിൽ ഇത് സിൽവർ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ ഇതേപോലെ ഒരുപാട് ഇലപ്പേനുകൾ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ഇലപ്പേനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലപ്പേനുകൾ വന്നത് കാരണം ചെടി നല്ല രീതിക്ക് മോശമായി തുടങ്ങി. അപ്പോൾ നമ്മളെ ശ്രദ്ധയിൽ പെട്ടില്ല, വേറെ സെക്ഷനിലേക്ക് ഇരിക്കുന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് അത്യാവശ്യം ഒരുവിധം എല്ലാ ഇലയിലും വന്ന സമയത്താണ് ഇത് കാണാൻ പറ്റിയത്. അപ്പോൾ കുറേ ഇലകൾ വാടിപ്പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ, ഈ പ്ലാന്റ് നമ്മൾ തിരിച്ച് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ കിടക്കുന്ന ലീവ്സ് ഉണ്ടാവും, ഇതുപോലെ മഞ്ഞിച്ചിട്ട് അതിലിങ്ങനെ നല്ലോണം പടർന്നുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇത് ഈ കോലത്തിലാവുക. വാടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇല വാടി തുടങ്ങും, നല്ല രീതിയിൽ മഞ്ഞിച്ച് കളർ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ ആവുന്ന ലീവ്സിനെ നമ്മൾ കുറച്ചുകൂടി താഴെ വെച്ചിട്ട് തന്നെ, അധികം താഴേക്ക് പോരുത്, അത് ഒരുപാട് കട്ട് ചെയ്യുമ്പോൾ പ്രശ്നമാകുന്നതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ കളയുക. അപ്പോൾ ആദ്യം തന്നെ അതുപോലെ മോശമായി കിടക്കുന്ന എല്ലാ ലീവ്സിനെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുന്നത്. പക്ഷേ ഇലപ്പേന് വന്ന് എല്ലാത്തിനും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന് ക്ഷീണം തട്ടും. അപ്പോൾ നമുക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ പ്ലാന്റ് പിന്നീട് തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലായത് ഇവിടെയൊക്കെ നമുക്ക് ഇലപ്പേനുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ച് സാനിറ്റൈസറൊക്കെ ഇട്ടിട്ട് ഇതാക്കി നോക്കി, നടന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഇലകൾ മുഴുവൻ മുറിച്ച് ഇതിനെ കുറച്ചൊരു ബെറ്റർ കണ്ടീഷനിലേക്ക് ആക്കി മാറ്റുക. മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പ്ലാന്റ് കുറച്ചുകൂടി നല്ല കണ്ടീഷനിൽ കിട്ടും. അപ്പം മുറിക്കാൻ പറ്റുന്ന ലീവ്സ് മൊത്തം മുറിച്ച് കളയരുത്. നമുക്ക് അതിൽ നല്ലോണം ഇതുപോലെയൊക്കെ നല്ല ഇലപ്പിന് സ്പ്രെഡായി കിടക്കുന്ന ലീവ്സൊക്കെ നമുക്ക് ഒഴിവാക്കുക വേണ്ടത്. അത് ഒഴിവാക്കിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതൊന്നും ഞാൻ ഫസ്റ്റായിട്ട് തന്നെ വീഡിയോയിലേക്ക് പെടുത്തുന്നില്ല, കാരണം വീഡിയോ ലെങ്തി ആയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഇലപ്പേനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോ ലീഫിലുള്ളത് കണ്ടല്ലേ, ഇതിൽ നന്നായിട്ടുണ്ട്, കണ്ടോ, ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽ വരില്ല, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, കണ്ടോ. ഇപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ തോന്നും. അപ്പോൾ ഈ ലീഫിലുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കളഞ്ഞ് ഒഴിവാക്കിയിട്ട് ഈ പ്ലാന്റിനെ ഹെൽത്തി ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ലീഫിൻ്റെ അടിയിൽ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനത്തെ ലീഫ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഇത് വേഗം ബാക്കിയുള്ള പ്ലാന്റ്സിലേക്ക് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ ഇത്രയുമൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. എന്നിട്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത ലീവ്സിനെ നമുക്ക് നിലനിർത്തിയിട്ട് ഇതിനെ ശരിയാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു. ഇനി ഞാനതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വിനാഗിരി എടുക്കുക. അത് ഡൈല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പൂൺ എടുക്കുന്നോ അത്രയും തന്നെ ഡൈല്യൂഷൻ, 1:1 ഡൈല്യൂഷനിൽ എടുക്കുക. ഇപ്പം 2 സ്പൂണാണ് ഒഴിക്കുന്നതെങ്കിൽ 2 സ്പൂൺ തന്നെ വെള്ളം ഒഴിക്കുക. 2 സ്പൂൺ വിനാഗിരിക്ക് 2 സ്പൂൺ വെള്ളം എടുത്തില്ല, അത്രയും ഡൈല്യൂഷൻ ചെയ്തതിന് ശേഷം ഇതുപോലൊരു തുണി നമ്മളെടുക്കുക, സാധാരണ ഒരു തുണി. ആ തുണി ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ തുണി കൊണ്ട് ഇതിലൊന്ന് തുടച്ചു കൊടുക്കുക. അതൊന്നൊരു ചെടികൾക്കൊരു പ്രശ്നമില്ലാത്ത സാധനമാണ് വിനാഗിരി യൂസ് ചെയ്യുന്നത്. ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ അന്നേരം നമ്മൾ ഉരയ്ക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് ഇതിന് വന്നിട്ടുണ്ട് ഇലപ്പേൻ. ഇത് നമ്മൾ ഇതിനകത്ത് എല്ലാത്തിലും നമ്മൾ ഇലപ്പേനുള്ള എല്ലാത്തിലും നന്നായിട്ട് റബ്ബ് ചെയ്യുക. അടിയിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ചെടിയുടെ ഇല അടി വിട്ട് പോരുത്, പിന്നെ എല്ലാം തിരിച്ച് അതേപടി വരും. നമ്മൾ അടിയിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് എല്ലാത്തിലും തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ലീഫിൽ നിങ്ങൾക്ക് കാണിക്കാം. ഇതിങ്ങനെ ജസ്റ്റ് തേച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ തേച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, എന്നിട്ട് പോകാൻ. ഇപ്പോൾ നന്നായിട്ടുണ്ട്, കണ്ടോ, ഒരുവിധം തേക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഈ ഇലപ്പേന് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് റബ്ബ് ചെയ്യണ്ട, തേച്ചതിന് ശേഷം കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. ഇപ്പം ഞാനത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നില്ല, അങ്ങനെ അത് കാണിക്കാമെന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലൊരു എന്തെങ്കിലും ഒരു സിമ്മിൻ്റെ കാർഡോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എന്തെങ്കിലും കട്ടിംഗ് ബ്ലേഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക.
അല്ലെ സാധാ ബ്ലേഡ് റേസർ ആയാലും മതി. പക്ഷേ മുറിയരുത്. ബ്ലേഡ് എടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പഴയ എയ്റ്റിംഗ് കാർഡോ അല്ലെങ്കിൽ ഒരു സിമ്മിൻ്റെ ഇതൊക്കെ എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. കണ്ടാ, ഇതുപോലെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ ഈ ഇലപ്പയും കംപ്ലീറ്റ് അതിൽ നിന്ന് പോവും. അപ്പോൾ മേളത്തെ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ എൻ്റെ അടിയിൽ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടാ, കാണിച്ചു തരാം. കണ്ടാ, ഈ ഇലപ്പേനൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെടിയിൽ നിന്നും പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. നല്ലോണം ഉണ്ടല്ലോ ഇപ്പോൾ, നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഇത് കണ്ടോ, വിനാഗിരി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ തന്നെ കാണിക്കുമ്പോൾ തന്നെ ഇതാ എല്ലാം ഇങ്ങനെ അടന്ന് വരിക. ഈ ജീവികൾ മൊത്തം, ഇലപ്പേനുകൾ മൊത്തം അടന്ന് നമുക്കിങ്ങനെയും കിട്ടും. ഇതാ ഇത്രയധികം ഇലപ്പേനുകളുണ്ട്. ഇതിൻ്റെ നിങ്ങൾ ഫുള്ള് കണ്ടുകൊണ്ടിരുന്ന ആ ലീഫ് വയ്ക്കേ കംപ്ലീറ്റ് ക്ലീനായി. അതിൻ്റെ സൈഡ് മാത്രം ഒരു ഇച്ചിരിയുള്ളൂ. അതും കൂടെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഈ നോട്ട്സിൻ്റെ ഭാഗത്തും ഈ ഇവിടെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക അത്, പിന്നെ ഈ ഭാഗത്തും. അപ്പോൾ അവിടെ നല്ലോണം തടച്ചതിന് ശേഷം ഈ ഇത് വെച്ചിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ നമ്മളിങ്ങനെ വടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ അത് കംപ്ലീറ്റ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ആ തുണി ഡിപ്പ് ചെയ്ത തുണി ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് ഇതെല്ലാ പ്രോസസ്സും ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഞാനിത് കാണിക്കുന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നും കൂടെ ഒന്ന് നമ്മളതിൻ്റെ ബാക്കിൽ അങ്ങ് തുടച്ചു കൊടുത്താൽ നന്നായിട്ട് അതിൽ നിന്ന് ഇളകി വരും. കണ്ടാ, ഇത്രയും ഇലപ്പേനുകൾ ഇതിൽ കാണുന്ന ഇത്രയും ഇലപ്പേന് നല്ല രീതിക്ക് ആയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് ഒന്നുമല്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. പക്ഷേ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പോലും ഇത് വളരെയധികം സക്സസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോസസ്സ് കാണിച്ചത്. ഇങ്ങനെ നമ്മളെല്ലാ ഇലയിലും തുടച്ച് കൊടുത്ത് ഇതിൽ ചെയ്യുന്നതിന് മുന്നേ തുടയ്ക്കുക, അതിന് ശേഷം തുടയ്ക്കുക. എന്നിട്ട് ഈ പ്ലാന്റിനെ ഈ സെക്ഷനിൽ നിന്ന് ഇതിപ്പോൾ ഏറ്റവും ഇലപ്പേന് വന്ന് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ആദ്യം തന്നെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ മാറ്റുക ചെയ്യേണ്ടത്. ഇത് അതിലേക്ക് സ്പ്രെഡ് ആവാൻ സമ്മതിക്കരുത്. കാരണം സ്പ്രെഡ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ വല്ലാണ്ട് സ്പ്രെഡ് ആവും. എന്നിട്ട് അടിയിൽ കാണുന്നെല്ലാം എല്ലാം ആക്കിയതിന് ശേഷം ഈ ഇല മുറിച്ചതിന് ശേഷം നമ്മളതിന് സാഫോ എൻഡോഫിലോ കലക്കിയിട്ട് ഇതുപോലെ തുണിയിലാക്കിയിട്ട് ആക്കുക. അന്നേരം നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം. എൻഡോഫിലും സാഫവും കഴിയുന്നതും കൈ കൊണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നഖത്തിൻ്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും നഖത്തിൻ്റെ ഇടയിലേക്ക് ഇരിക്കും, ക്ലീൻ ആവില്ല. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക എൻഡോഫിൽ യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷ് കൊണ്ട്, പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് എൻഡോഫിൽ കലക്കിയിട്ട് ഈ നമ്മൾ മുറിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വിനാഗിരി മാത്രം ചെയ്താൽ മതി. വിനാഗിരി മാത്രം ചെയ്യുമ്പോൾ എനിക്ക് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസിൽ പറയുക നിങ്ങൾക്കത് സക്സസ്ഫുള്ളായോ, ഇത് ശരിയായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുക. പിന്നെ അതിൻ്റെ കണ്ടീഷനിൽ തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഇനി മുന്നോട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയുക. എന്നിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പ്ലാന്റ്സിൻ്റെ റിലേറ്റഡ് മാക്സിമം വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ റിലേറ്റഡൊക്കെ ക്രാഫ്റ്റ് ചാനലൊക്കെ ഉണ്ട്. ക്രാഫ്റ്റ്സ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.